ഞാൻ അവരാരും കുറ്റപ്പെടുത്തിയതല്ല. അതുമാത്രമല്ല അമ്മൂമ്മ അപ്പൂപ്പ മരിച്ചതിന് ശേഷം ഒരു വീഡിയോസിലില്ലായിരുന്നു. ഓൾറെഡി അതൊരു വാർത്തയായി വരുമായിരുന്നു. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല അത് ഇത്രയും വലിയ ഒരു കുത്തിത്തിരിപ്പായിരിക്കുമെന്ന്. ഞാൻ ഇപ്പോൾ ഒരു ഇതിടാം. അമ്മൂമ്മ ഇതേപോലെ സ്കാനും കാര്യങ്ങളും അയച്ചിട്ട് എന്നെ വിഷമിപ്പിക്കുമായിരുന്നു. കാരണം എന്നെ നോക്കി വളർത്തിയവർ അവരാണ്. അപ്പോൾ അമ്മൂമ്മയും സിന്ധുമ്മയുടെ ഫാമിലിയും തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. അതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നെ അവരതുപോലെ പൊന്നുപോലെ നോക്കി. ഇപ്പോൾ സിന്ധുമ്മയുടെ ഫാമിലിയിലും എൻ്റെ കസിൻസിനെ ഒന്നും അമ്മൂമ്മ അങ്ങനെ നോക്കിയിട്ടില്ല. എന്നെ നോക്കിയിട്ടുള്ളൂ. ബിക്കോസ് എൻ്റെ അമ്മ എന്നെ നോക്കിയിട്ടില്ല. ഞാൻ എൻ്റെ ഡെലിവറിയുടെ അന്ന് പോലും എന്നോട് പറഞ്ഞ് നീ ഈ വീട്ടിൽ വന്ന് നിന്നാൽ നീ നശിച്ചു പോവും. ഈ ശപിച്ച വീട്ടിൽ വന്ന് നിന്നാൽ നീ നശിച്ചു പോവും. നിനക്കൊന്നും കിട്ടാൻ പാടില്ല. നിനക്ക് കിട്ടുന്ന നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അതെല്ലാം ആ എല്ലാ സാധനവും അത് നീ എല്ലാവരോടും ഷെയർ. എൻ്റെ കല്യാണം എനിക്കൊരു കല്യാണം പോലും ഇല്ലായിരുന്നു. എൻ്റെ ഇരുന്ന സ്വർണ്ണവും എല്ലാം എൻ്റെ അമ്മ വിറ്റ് അത് കാശാക്കിയിട്ട് അവസാനം എൻ്റെ പേരിൽ 1 ലക്ഷം ഉണ്ടായിരുന്ന പോലും അന്ന് വന്ന് പകുതി എടുത്തുകൊണ്ട് പോയി. എൻ്റെ അമ്മ എന്തിനാ എന്നെ കൊണ്ട് കുടിപ്പിച്ചതെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. അതേപോലെ ഇഷ്ടംപോലെ എൻ്റെ സ്വർണ്ണങ്ങളെല്ലാം അവർ വിറ്റ്. ഞാൻ എന്നിട്ട് ഞാൻ ഒന്നും മിണ്ടിയിട്ടില്ല.